മദ്രാസ് അധീനതയിൽപ്പെട്ട ബ്രിട്ടീഷിന്റെ ബിസിനസ്സുകാരുടെ നാടെന്നറിയപ്പെടുന്ന കോഴിക്കോട്, സാമൂതിരിയുടെ നാട് കോഴിക്കോട്, ബ്രിട്ടീഷുകാർ ആദ്യമായി കാലുകുത്തിയ കാപ്പാട് ബീച്ചുള്ള സ്ഥലം. ഈ കോഴിക്കോട്ടുകാർക്ക് ഈ ആവേശം പോരാ. മുഹമ്മദ് നിസാർ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി പേര് ജീവാനന്ദ്, പേരിന് അർത്ഥമുണ്ടായത് ഈ ബിസിനസ്സിൽ വന്നാൽ. ഞാൻ ഈ പോതെടുത്ത് വെച്ചിട്ട് കാര്യം, ഇവിടെ പല ആൾക്കാരുള്ള അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ നമ്മുടെ സന്തോഷം ഓല് കിട്ടുന്നതിന് നമുക്കല്ല. ഇതാണ് ഒരു ലൈഫ്. സത്യമാണല്ലേ? ഈ ചെടിയെ വിളിക്കുന്ന പേരെന്താ? ഹലോ, കേക്കലേ? റോസ്. ഈ ചെടിയിൽ കൂടുതലുള്ളത് റോസാ പൂവാണോ മുള്ളാണോ? ഒരുപാട് മുള്ളുണ്ടായിട്ടും ഈ ചെടിയെ വിളിക്കുന്ന പേര് റോസ. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മുൾച്ചെടി എന്ന് വിളിക്കുന്നില്ല? നിങ്ങളുടെ കുടുംബ പാരമ്പര്യമോ, നിങ്ങളുടെ വിദ്യാഭ്യാസമോ, നിങ്ങളുടെ മതമോ, നിങ്ങളുടെ ജാതിയോ അല്ല നിങ്ങൾക്ക് ഈ സമൂഹം നൽകുന്ന വില. പകരം നിങ്ങളുടെ ഈ റോസാ പുഷ്പം പോലുള്ള ജീവിതത്തെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മുൾച്ചെടിയാകണമോ റോസാ ചെടിയാകണോ? പേഴ്സണലി എന്നെ കുറിച്ച് പറയും, പല ആൾക്കാരും വിചാരിക്കുന്നത് ഭയങ്കര ഹൈപ്പൊക്കെ തന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ടാണ്. ഈ ചങ്ങായി വിളിക്കാനായിട്ടാണ് ഇത്രയും വലിയ ഹൈപ്പ്. ഈ ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. ഇന്ന് ഈ ഹോളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്ന് വളരെ മനോഹരമായി രാജേഷ് കുമാർ സാറും പല ആൾക്കാരും ഒക്കെ ഇവിടെ പ്ലാൻ പറഞ്ഞു. ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ ആഴ്ച, മാസം 10 ലക്ഷം. സത്യത്തിൽ വിശ്വാസം വന്നിട്ടുണ്ടോ? മലയാളിയല്ലേ? ഈ ഉറുമ്പിന്റെ ലഡു ഇഷ്ടമാണ്, പക്ഷെ ഉറുമ്പിന്റെ മുകളിൽ വെച്ചാൽ ആ ലഡു എടുത്ത് വെച്ചാൽ ഉറുമ്പിന് ഇഷ്ടമായില്ല. ഇതിനേക്കാൾ വലിയ തെള്ളൊക്കെ നമ്മള് ഇതൊരു സാധാ മലയാളിയുടെ മനോഭാവമാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് വിടും. എന്തായാലും ഇന്ന് ഈ ഹോളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു തീരുമാനമാണ് നിങ്ങൾ ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്നത്. ഞാനൊരു ദൈവവിശ്വാസിയുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഈ പ്രകൃതി ശക്തിയിൽ വിശ്വസിച്ചാലും നിങ്ങൾ ഇന്ന് ഈ ഹോളിൽ ഇരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു നിയോഗം ആണ്. ഞാൻ എൻ്റെ കഥ പറയാം. കാരണം ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു. എൻ്റെ ഫാദറിന് മാന്യമായിട്ടുള്ള ടെക്സ്റ്റൈൽസ് ഒക്കെ, 2 ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ആ ടെക്സ്റ്റൈൽസ് ഒക്കെ നന്നായി പോകുന്നു. പാരമ്പര്യമായിട്ടുള്ള ബിസിനസ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഫാദർ 30 വർഷം നടത്തിയ ബിസിനസ് 1 വർഷം കൊണ്ട് കൂട്ടിക്കൊടുത്ത മഹാനാണ് ഞാൻ. അതിനും കാര്യം എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പോ പിന്നീട് ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളും മുൻപോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചില ബിസിനസ്സുകളിലൊക്കെ കുഴപ്പമില്ലാത്ത ലാഭമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2004 ഒരു ജൂൺ മാസത്തിൽ ഒരു മഴയുള്ള സമയത്ത്, അന്ന് എനിക്ക് സ്വന്തമായിട്ട് കാരവാനാണ്. നിങ്ങൾ ഒരുപക്ഷെ അറിയാൻ തോന്നുന്നു. കാരവാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ടെമ്പോ ട്രാവലിലൊക്കെ ഓൾറെഡി 10-16 ലക്ഷം രൂപ വെഹിക്കിളാണ്. ഇതൊക്കെ ഉള്ള ഒരാളാണ്. അന്ന് കേരളത്തിൽ എനിക്ക് നെക്സ്റ്റ് കമ്പ്യൂട്ടറിനായി കാരവാനുള്ളൂ. അന്ന് ഫിലിം സ്റ്റാറുകൾക്ക് പോലും കേരളത്തിൽ വേറെ ഇല്ല. 2004 കാര്യമാണ് പറയുന്നത്. ഇത് തൃശ്ശൂർ സ്വരാജ് റോഡിൽ നിർത്തിയിട്ട് എന്നെ കാണാൻ ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് വരുന്നു. ഈ സുഹൃത്തിന്റെ ഒപ്പം മറ്റൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് ഡിസ്കഷൻ നടത്തി. ഞാൻ ആ ബിസിനസ് ഒന്നും ചെയ്തില്ല. ഒരു ബിസിനസ് ഡിസ്കഷൻ. എന്റെ കാരവാനിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ജീവിതത്തിലാദ്യമായിട്ടാണ് കാരവാനിൽ കയറുന്നത്. ഇതൊക്കെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പോയി. ഇത് 2004 കഥയാണ്. ഈ വന്ന വ്യക്തി വയനാടുള്ള ആളാണ്. ഒരു ഉദാഹരണം, അലിസാറിന്റെ സുഹൃത്താണ്, സുഹൃത്തിന്റെ മറ്റൊരു സുഹൃത്ത്. പക്ഷേ 2004 മുതൽ അദ്ദേഹമായിട്ടുള്ള ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെ, അന്ന് ഇൻസ്റ്റഗ്രാമില്ല, ഫേസ്ബുക്കിലൂടെയും വല്ലപ്പോഴും ഒക്കെ SMS ഒക്കെ അയക്കും. ഈ ബന്ധം ഇങ്ങനെ പോയി.
ഈ കാരാവാൻ ഉണ്ടായിരുന്ന എന്റെ അവസ്ഥ, കാരാവാനൊക്കെ പോയി. എന്റെ കാരാവാൻ നിൽക്കുന്നത് നമ്മൾ മരണപ്പെട്ടു പോയ കലാപം വിളിക്കാണ്. ഇപ്പൊ ജീവിതം ഈ നേരത്തെ പലരും പറഞ്ഞ പോലെ ഗ്രാഫം മുകളിൽ നിന്ന് താഴേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഓർക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു, ചിന്തപ്പെട്ടു, കഷ്ടപ്പെട്ടു, ഇപ്പം രക്ഷപ്പെട്ടു. 2004 എന്റെ സുഹൃത്ത്, അന്നുണ്ടായ ഒരു സുഹൃത്ത് ഈ ബിസിനസ്സിലേക്ക് 2016 ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് അദ്ദേഹം എന്നെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ഈ കമ്പനിയുടെ CEO ആയ അഡ്വക്കേറ്റ് അഭിലാഷ്. ഇദ്ദേഹത്തെ 2004 പരിചയപ്പെടുമ്പോൾ എനിക്കൊരു വലിയ അദ്ദേഹത്തിന്റെ ഒരു വലിയ ബന്ധം ഉണ്ടാവാൻ ഒരു കാരണമാണ്. ഇദ്ദേഹം MBAക്ക് രാഷ്ട്രപതിയുടെ നിന്നും ഗോൾഡ് മെഡൽ അവാർഡ് വിന്നറാണ്. അപ്പൊ ഞാൻ രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും അത്ര ചെറിയ ആളൊന്നുമല്ല, രാഷ്ട്രപതിയുടെ ബുക്കിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുള്ളി ചോദിച്ചു അതെന്താണ്? കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭാരതത്തിന്റെ തലച്ചോറുകൾ ക്ലാസിന്റെ ബാക്ക് ബെഞ്ചിലാണ്. അപ്പൊ ഞാൻ ഒരു ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ചേരും. ഇതായിരുന്നു എന്റെ അല്ലേ. അങ്ങനെ 2016 ജൂൺ 14 ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആൾക്കാർ നിരുത്സാഹപ്പെടുത്തി. ആരും ഈ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടുമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഉപദേശം തന്നിട്ടുണ്ട്. ഈ ഉപദേശിക്കുന്നവരടുത്തൊക്കെ ഞാൻ ചോദിക്കും, സുഹൃത്തെ ഒരു 1000 നോട്ടുള്ള സമയം 1000 രൂപ തരുമോ ചോദിക്കും. ഓപ്പറ 1000 നോട്ട് റിസർവ് ബാങ്ക് അടിച്ചിട്ടുണ്ടോ? ഞാനിത് കണ്ടിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഉപദേശം സൗജന്യമാണ്. കാശ് ചോദിച്ചാൽ പിന്നെ ആരും കാണില്ല. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടി. പക്ഷേ എന്റെ ചില സുഹൃത്തുക്കൾ എന്നൊപ്പം നിൽക്കാൻ തയ്യാറായി. സമയക്കുറവുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം, എനിക്ക് തന്നെ ഇപ്പം കൊണ്ട് വിശ്വസിക്കാൻ പാടാം. കാര്യം ഒരു 7.5 വർഷമായിട്ടുള്ള ഈ ജൂൺ ആകുമ്പോൾ 8 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. 7.5 വർഷം കൊണ്ട് അറൗണ്ട് 7.5 കോടി. ഞാൻ ജീവിതത്തിൽ കുറച്ച് വാശിയുള്ള ആളാണ്. നിങ്ങളോ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കമ്പനി പഴശ്ശിയുടെ യുദ്ധം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെയാണല്ലേ. അതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അല്ലേ? അപ്പോ ഞാൻ ഈ ബിസിനസ് വന്നിട്ട് ആദ്യമായി വാങ്ങിയ വാഹനം ഈ ഡസ്റ്റർ എന്ന് പറയുന്നൊരു കാറാണ്. അത് വാങ്ങിയെന്ന് തീരുമാനമുണ്ട്. എൻ്റെ പലരും പറഞ്ഞു വേറെ നല്ല വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് വാങ്ങുന്നില്ല, എനിക്കിത് മതി. കാരണം എന്റെ സ്കൂളിൽ വിളിച്ചിരുന്ന പേര് ഡസ്റ്റർ ജീവനാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന് ചിന്താനിമഗ്നായി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. അപ്പൊ ടീച്ചർമാരെ ഡസ്റ്റർ എടുത്തെറിയുമ്പോൾ ഇത് കൊണ്ട് തിരിച്ചു കൊടുക്കണം. ആരുടെ? ടീച്ചറിന്റെ കൊടുക്കുമ്പോൾ ടീച്ചർ സമ്മാനം തരും. അപ്പൊ അന്ന് കൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കൈയടിയാണ് കിട്ടുന്നത്. അപ്പൊ അതിനുശേഷം അത് വാങ്ങിച്ചു. അതിനുശേഷം ജാഗ്വാർ വെഹിക്കിൾ വാങ്ങി, പിന്നെ മിനി കൂപ്പർ വാങ്ങി. പിന്നെ ഈ സെലിബ്രിറ്റികളൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ ഡിഫൻഡർ എന്ന് പറയുന്നത്. ഞാനത് വേറെ ഞാൻ ഇച്ചിരി തിരിപ്പോയാണ്. ശ്രമിക്കും. ഒരു 10 രൂപയ്ക്ക് 2 രൂപ കൂടുതലാണ്. അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിച്ചു എന്തിനാണ് ഈ ഡിഫൻഡർ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു സാധാരണ വണ്ടിയല്ല, റോഡിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഈ വണ്ടിയിൽ ഞാൻ പോകുന്നത്, ഞാൻ പോകുന്നിടമാണ് റോഡ്. ഇതാണ് അപ്പോ എനിക്ക് സംഭവം. അപ്പൊ പലർക്കും ഇതിങ്ങനെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ ബിസിനസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രാധാന്യം. പലരും ഈ ബിസിനസ്സിൽ വരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ബിസിനസ്സിൽ നമുക്ക് വിജയ സാധ്യത ഉണ്ടോ ഇല്ലേ. പലരും ആലോചിക്കും ഇത്രയും നല്ല പ്രോഡക്റ്റ് ആയിട്ടും ഇത്രയും നല്ല ബിസിനസ് ആയിട്ടും എന്തുകൊണ്ട് പലരും ഈ ബിസിനസ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിലേക്ക് നിങ്ങൾ ഒരു കയ്യിൽ 500 രൂപയും ഒരു കയ്യിൽ നിങ്ങൾ കിറ്റ്കാറ്റ് വെച്ച് നീട്ടിയാൽ കുട്ടി കിറ്റ്കാറ്റ് എടുക്കും. പക്ഷെ കുട്ടിക്ക് 500 രൂപ മുടക്കിയാൽ ഇത്രയും കിറ്റ്കാറ്റ് കിട്ടുമെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഈ 500 രൂപ എടുക്കുന്നത്. അതുപോലെ ഈ ഹോളിന് പുറത്തുള്ള ഒരുപാട് പേർക്കും ഈ അവസരം അറിയാൻ
കഴിഞ്ഞിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന് ഈ ഹോളിൽ വരാൻ നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതി ആണ്. അതൊരു സുഹൃത്ത് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച് കൊല്ലത്ത് വളർന്ന് കൊല്ലത്ത് മരിക്കേണ്ട ഞാൻ വയനാടുള്ള ഒരു സുഹൃത്തിന് 2004 പരിചയപ്പെടാനും ആ പരിചയം വഴി ഈ ബിസിനസ്സിലേക്ക് എത്തി എന്റെ ജീവിതം തിരികെ കൊണ്ടുവരാനും കഴിഞ്ഞത് ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഇരിക്കുന്ന ജനസാഗരത്തോട് ഒരു വാക്ക് ചോദിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷിച്ച് ചിരിച്ചതെന്നാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആദ്യത്തെ നേട്ടത്തിൽ സന്തോഷിച്ച് ചിരിച്ച ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഞാൻ പറയാം. ഒരു 3 മാസമോ 4 മാസമോ 6 മാസത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു വീണ് എഴഞ്ഞു നിന്നതിന് ശേഷം നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബാപ്പയുടെയോ ഉമ്മയുടെയോ കൈ പിടിക്കാതെ പതുക്കെ എഴുന്നേറ്റ് നിന്നു വീണു. ജീവിതത്തിൽ ആദ്യമായി 2 കാലിൽ നിന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ആ കുഞ്ഞി ലോകത്തെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട്. ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ചിരിച്ചൊരു ചിരി. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാം. മറ്റുള്ളവന്റെ മുമ്പിൽ തലകുലിക്കാതെ ജീവിതത്തിൽ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിച്ചു. പക്ഷേ ജീവിതത്തിൽ കണക്കുകൾ തീർക്കാനുള്ളതാണ്. ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞിട്ടുണ്ടാവും. ആ കല്ലുകളെല്ലാം കൂട്ടിവെക്കണം. കാരണം അതിന്റെ മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ജീവിതം ഒരു റോസാപുഷ്പം പോലെ നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയുന്ന ദിവസം അതിനെല്ലാം ഒരു മറുപടി വരണമെങ്കിൽ നിങ്ങൾ ഈ ഹോളിൽ വെച്ചൊരു തീരുമാനമെടുക്കണം. ഒരുപാട് മുസ്ലിം സഹോദരന്മാർ വന്ന് ഇന്നിവിടെ നിന്ന് അവരുടെ ജീവിത വിജയം പറഞ്ഞു. ആലോചിക്കുക, നോയിപ്പെടുത്തുകൊണ്ട് ഒരു മുസൽമാനും ഒരിക്കലും കള്ളത്തരം പറയില്ല. അതിനപ്പുറമുള്ള ഒരു സാക്ഷ്യവും എനിക്ക് പറയാനില്ല. ഖുറാനിൽ എഴുതി വെച്ചിട്ട് 7 വർണ്ണങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയാളുടെ ശരീരത്തിൽ ഏറ്റവും നല്ല ആരോഗ്യമാണെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. 15 ഫ്രൂട്ട്സുകളുടെ ബ്ലെൻഡാണ്. 15 ബ്ലെൻഡാണ്. അമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ തൈമത്ത് വെച്ചാൽ കാലത്ത് കാപത്ത് തിന്നാൻ. ആരോഗ്യകാലത്ത് 15 കഴിച്ചാൽ അവസാന കാലം കഴിയുമ്പോൾ ആരോഗ്യത്തോടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ പൊരുതാനുള്ളതാണ്, തോറ്റു കൊടുക്കാനുള്ളതല്ല ജീവിതം. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ബിസിനസ് എല്ലാവർക്കും പറ്റും. നിങ്ങളുടെ നെഞ്ചിൽ കത്തുന്ന ഒരു തീ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നെഞ്ചിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈ ബിസിനസ്സിലൂടെ വിജയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ നെഞ്ചിൽ കത്തുന്ന ഒരു മെഴുകുതിരി നാളമാണെങ്കിൽ അത് കാറ്റടിച്ചാൽ കെട്ടുപോകും. പക്ഷെ നിങ്ങളുടെ നെഞ്ചിൽ കത്തുന്ന ഒരു കാട്ടുതീയാണെങ്കിൽ അത് കാറ്റടിച്ചാൽ ആരും കത്തുന്നുണ്ടാവും. കിട്ടുന്നത് മേടിക്കാനല്ല ജീവിതം. ഇഷ്ടപ്പെട്ടത് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. 10ാം ക്ലാസ് തോറ്റ പറയാം, പാപ്പ ഞാൻ റാങ്ക് വാങ്ങിക്കും. പക്ഷെ ജീവിതത്തിൽ തോറ്റാ പറയാൻ പറ്റില്ല. ഒരൊറ്റ ലൈഫ്, ഒരൊറ്റ ഇന്നിങ്സ്. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. മലർന്നു കിടന്ന് കാണുന്നതല്ല സ്വപ്നം, നിവർന്ന് നേടുന്നതാണ് സ്വപ്നം. രാജകുമാരിയെ പോലെ പെണ്ണിനെ കെട്ടിടയ്ക്ക് അറിയില്ല. കെട്ടിയ പെണ്ണിനെ രാജകുമാരിയെ പോലെ നോക്കാൻ പറ്റണം. സുഹൃത്തുക്കളെ, പണ്ടൊരിക്കൽ ഒരു 3 വയസ്സുകാരി കുട്ടി പോളിയോ ബാധിച്ച് തളർന്നുപോയി. ഡോക്ടർമാർ വിധി എഴുതി ഈ കുഞ്ഞൊരിക്കലും നടക്കില്ല. അമേരിക്കയിലെ കറുത്തവർഗക്കാരിയായി ജനിച്ച കുട്ടി. ഡോക്ടർമാർ വിധി എഴുതി. കട്ടിൽ കിടക്കയിൽ വെച്ച് തന്റെ അമ്മയോട് 9ാമത്തെ വയസ്സിൽ പറഞ്ഞു, അമ്മ എനിക്ക് നടക്കണം, ഒരു കമ്പ് വെട്ടിത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കാൻ വയ്യ, എനിക്ക് ഈ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കണം, പൂമ്പാറ്റകളെ കാണണം, ഈ ലോകം കാണണം, അമ്മ എനിക്കൊരു കമ്പ് വെട്ടിത്ത. മോളെ നടക്കാൻ പറ്റില്ല. ആ കുഞ്ഞു പറഞ്ഞു, അമ്മ എനിക്കൊരു കമ്പ് വെട്ടിത്ത. ഒടുവിൽ ആ കുഞ്ഞ് ആ കമ്പ് കൊണ്ട് കമ്പ് കുത്തി പുറത്തേക്ക് പോയി. അതിനുശേഷം ആ കുഞ്ഞ് 13ാമത്തെ വയസ്സിൽ പറഞ്ഞു, അമ്മ എനിക്ക് ഓടണം, നടക്കില്ല, എനിക്ക് ജീവിതത്തിൽ ഓടണം. പറഞ്ഞു, മോളെ പറ്റില്ല. പക്ഷെ ആ അമ്മ അവസാനം ആ കുഞ്ഞിന്റെ നിർബന്ധം ഒഴിവാക്കാൻ പറ്റാതെ കൊണ്ട് കോട്ടക്കളത്ത് നിർത്തി. മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഓടിയപ്പോൾ നടക്കാൻ പോലും താണിയില്ലാത്ത കുട്ടി താഴെ തട്ടി വീണപ്പോൾ
ആ അമ്മ മുലയൂട്ടിയ അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു, എന്റെ മോളെ, നീ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കിടന്നത്? എന്തിനാണ് നാണം കിടന്നത്? ആ കുഞ്ഞ് തന്റെ കൈയെടുത്ത് അമ്മയുടെ കണ്ണുനീർ ഒപ്പിട്ട് പറഞ്ഞു, അമ്മ, ഇപ്പോഴത്തെ ഈ കണ്ണുനീരമ്മ മറക്കും. അമ്മയുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു ദിവസം ഞാൻ ഉണ്ടാക്കും. അതിനുവേണ്ടി അമ്മ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ ആ കറുത്ത വർഗക്കാരിയായ കുട്ടിയുടെ വാക്കുകൾ ഒരിക്കലും തെറ്റായ വാക്കുകളായിരുന്നില്ല. 1960 ഒളിമ്പിക്സ് മെഡൽ, ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ 100 മീറ്ററിലും 200 മീറ്ററിലും 400 മീറ്ററിലും ഓടി നമ്പർ 1 ആയ ഉൾമാ റൊഡോൾഫിനെ പറ്റാൻ കഴിഞ്ഞെങ്കിൽ, ജീവിതത്തിൽ തളർന്നു പോയ ഒരു കുട്ടിക്ക് ഒളിമ്പിക്സിൽ ലോക റെക്കോർഡുകൾ ഭേദിക്കാൻ സാധിച്ചെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്ലീസ് എല്ലാ ഡയമണ്ട്സും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഒറ്റയ്ക്കല്ല. കാരണം കഴിഞ്ഞ 7.5 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പടുത്തെടുത്തത് ഒരിക്കലും ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്ന കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നവഗ്രഹങ്ങളെ പോലെ, എന്റെ ഒപ്പം നവഗ്രഹങ്ങളെ പോലെ വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് കടന്നു വന്ന് ഈ ബിസിനസിലൂടെ 1 കോടി മുതൽ അറൗണ്ട് 5.5 കോടിക്ക് വരുമാനം വാങ്ങിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ വർഷം ഈ ഓർഗനൈസേഷൻ 10 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യും. അടുത്ത വർഷം 30 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യും. 3-ാമത്തെ വർഷം ഞങ്ങൾ 60 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യും. 100 ഡയമണ്ട്സ് ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. നിങ്ങൾ കേരളത്തിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലും പോയി ചോദിക്കണം,